സമയം ഉച്ചയ്ക്ക് 12:30. സ്ഥലം പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡ്. ആഹാരം കഴിച്ച് കുളിയും കഴിഞ്ഞ് ഉച്ചമയക്കത്തിലാണ് സീസർ ഇപ്പോൾ. ഉറക്കത്തിൽ ആരും തന്നെ ശല്യം ചെയ്യുന്നത് സീസറിന് ഇഷ്ടമല്ല. എന്നാൽ ഉറക്കത്തിനിടയിലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൗതുകത്തോടെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് സീസർ. കഴിഞ്ഞ 4 മാസമായി സീസർ ഇവിടുത്തെ സ്റ്റാൻഡിലുണ്ട്. സീസറിനെ പൊന്നുപോലെ നോക്കുന്നത് ഇവിടുത്തെ ഓട്ടോ ജീവനക്കാരാണ്. മഴക്കാടായിരുന്നു കിട്ടിയത്. അതിന്റെ അമ്മ വണ്ടി പോയ പിന്നെ അമ്മ നോക്കിയേക്കോ. നമ്മുടെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു കുഞ്ഞു പോലെ തന്നെ നമ്മൾ നോക്കുക. പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നത്. എങ്ങനെയുണ്ട് അവൻ എങ്ങനെയുണ്ട്? അവന്റെ ആ കാലിന്റെ കുഴപ്പമേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും അവൻ സ്നേഹവും കാര്യങ്ങളും. എങ്ങനെയുണ്ട് അവന്റെ ഫുഡും കാര്യങ്ങളൊക്കെ? എങ്ങനെയായിട്ട് ഫുഡ് നമ്മള് ഓംലേറ്റ് പിന്നെ കടയിൽ നിന്ന് ഫുഡ് തരും. വണ്ടിക്കകത്തുണ്ട് ഫുഡും കാര്യങ്ങളും എപ്പോഴും നല്ല രീതി തന്നെ തരുന്നുണ്ട്. അവനെങ്ങനെ ഇറങ്ങി പോവും? അങ്ങനെ ഇല്ല നമ്മുടെ അടുത്ത് തന്നെ എപ്പോഴും കാണും. അഴിച്ചു വിടാറില്ല. അവന്റെ തള്ളക്ക് പറ്റിയ പോലെ നമുക്ക്. അതെന്തുവായിരുന്നു പറ്റിയ? അമ്മയ്ക്ക് വണ്ടി കയറി അത് ഇവിടെ തന്നെ വെച്ചായിരുന്നു. അപ്പൊ അന്ന് മുതൽ നമ്മള് നോക്കി നടത്തുക. ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ ഒരുക്കിയിട്ടുള്ള കൂട്ടിലാണ് സീസറിന്റെ ഉറക്കവും ഭക്ഷണവും എല്ലാം. ഒരു കാല് വയ്യാത്തത് കാരണം എങ്ങും പോകാൻ പറ്റാതെ ഇവരുടെ ഒപ്പം എപ്പോഴും സീസറുണ്ട്. മറ്റ് വികൃതികളൊന്നും തന്നെ സീസറിനില്ല. ഓംലെറ്റാണ് സീസറിന്റെ പ്രധാന ഭക്ഷണം. ബിരിയാണിയും ചോറും എല്ലാം സീസറിന് ഇഷ്ടമാണ്. സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എപ്പോഴും സീസറിനെ കാണാൻ ഇവിടെ എത്താറുണ്ട്. അവർ വാങ്ങിക്കൊണ്ടുവരുന്ന ബിസ്ക്കറ്റും മറ്റ് ഭക്ഷണങ്ങളെല്ലാം സൂക്ഷിക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സീസറിനെ കുളിപ്പിക്കുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഭക്ഷണം നൽകുന്നതുമെല്ലാം ഇവിടുത്തെ ഓട്ടോ ജീവനക്കാർ തന്നെ. ജനിച്ച് കണ്ണു കീറുന്നതിന് മുന്നേ സീസറിന്റെ അമ്മ അപകടത്തിൽ മരിച്ചു. കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളും മരണപ്പെട്ടു. ഒറ്റയ്ക്കായി പോയ സീസറിനെ ആർക്കും കൊടുക്കാതെ പൊന്നുപോലെ നോക്കുകയാണ് ഇവിടുത്തെ ഓട്ടോ ജീവനക്കാർ.